ഹലോ! പേപ്പർ കട്ടിങ്ങിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു നോർമൽ ടക്ക് ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുന്നെന്നുള്ളതിന്റെ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഈ പാർട്ടിലിടുന്നത്. ഇത് ബാക്ക് പോർഷൻ ആണ് ട്ടോ. അത് 2.25 ഇഞ്ചിന്റെ നമ്മൾ താഴത്തെ പോർഷൻ നമ്മൾ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വിട്ട് നമ്മളിതാ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെ തയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ നല്ല വശത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മടക്കിയെടുക്കുക. മടക്കി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വിട്ട് അതിനെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ 1/4 ഇഞ്ച് മാത്രം നമ്മൾ വിടാൻ പാടുള്ളൂ. അതിനുശേഷം അതിനെ മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് തയ്ക്കേണ്ടത്. നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് തയ്ക്കുക. ഇത് കോട്ടൻ്റെ ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. വേറെ തുണികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അപ്പോൾ തെന്നിപ്പോവാണ്ടൊക്കെ സൂക്ഷിക്കുക. അതിനുശേഷം ഇതിങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ അടിയിലൊരു കട്ടി വരാനാണ്. അതായത് ഒരു കയറി നമ്മളുടെ കൈ ഒക്കെ മുകളിലേക്ക് പൊക്കുന്ന സമയത്തൊക്കെ ഡ്രസ്സ് കയറി പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളൊരു സ്റ്റിഫായിട്ട് കൊടുക്കുന്നതാണ് അവിടെ കേട്ടോ. അതിനുശേഷം 2 വശത്തും 2 ഇഞ്ച് വിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അവിടെ മാത്രം നമ്മളിവിടെ തയ്ക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ്. ആ താഴത്തെ ഭാഗം, അതായത് നമ്മൾ ഈ അടിച്ചിട്ട് മടക്കി വെച്ച ഭാഗം നമ്മൾ തയ്ച്ചതായിട്ട് കാണരുത്. അതിലൊരു ഭംഗി ഉണ്ടാവില്ല. മടക്കി ഹെമ്മിങ് ചെയ്ത് കൊടുത്താലാണ് അതിൻ്റെതായിട്ടുള്ള വൃത്തിക്ക് അതിരിക്കുകയുള്ളൂ. ഇനി ജസ്റ്റ് ഹെമ്മിങ് അറിയാത്ത രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇഴയിലായിട്ട് നമ്മൾ നൂലിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നല്ല ഭംഗിയായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിനെ ഹെമ്മിങ് ചെയ്യാവുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. 2 ഇഞ്ച് മാത്രം 2 അറ്റത്തും തയ്ക്കുക. ഈ 2 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പായിട്ട് ഉള്ളിലേക്ക് പോകേണ്ടതാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഇത് ഹുക്ക് വെക്കേണ്ട ഭാഗങ്ങളാണ്. താഴെയുള്ളത് 2 പട്ടകളാണ് താഴെയുള്ളത് കാണുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ് നമ്മളിവിടെ തയ്ക്കുന്നത്. നമ്മൾ അത് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് പേപ്പർ കട്ടിങ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. ടക്കുള്ള ബ്ലൗസുകൾ 4 ടക്കാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ 4 ടക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ടക്കാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പട്ട. ഈ പട്ട ആക്ച്വലി ഒരു സൈഡിൽ 3 എണ്ണം വേണം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 3 എണ്ണം വെച്ച് വേണം, സെയിം ഷേപ്പിൽ. എന്നിട്ട് വേണം, ഇതും സെയിം സാധനത്തിന് തന്നെയാണ് കേട്ടോ. ഒരു സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോൾ പൊന്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പട്ട വെക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കയറി പോകും ബ്ലൗസ്. ഇനി നമ്മളിതാ ഈ ടക്കുകൾ ഇങ്ങനെ അടിച്ചെടുക്കുക. ആദ്യം നമ്മൾ മെയിൻ ടക്കാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ടക്ക്. 1.5 ഇഞ്ചിന്റെ മെയിൻ ടക്കാണിത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് അടിച്ചെടുക്കേണ്ടത്. ഓർത്ത് വെക്കുക. 2 എണ്ണത്തിലും ആദ്യം ടക്കുകൾ അടിച്ചെടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ പോർഷനായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. മെയിൻ ടക്കുകൾ അടിച്ചെടുക്കാം. ആദ്യം മെയിൻ ടക്ക്, പിന്നെ സൈഡ് പോർഷനിലുള്ള ടക്ക്, അതിനുശേഷം കൈക്കുഴിയിലെ ടക്ക്, ഏറ്റവും എൻഡിലാണ് സൈഡിലുള്ള ടക്ക് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം മെയിൻ ടക്ക് 2 എണ്ണത്തിനെ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചതിന് ശേഷം നമ്മൾ റീചെക്ക് ചെയ്യണം. രണ്ടും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ വെച്ചിട്ട് നോക്കണം. ഒരേ അളവല്ലേ എന്ന് തയ്ച്ച് നോക്കണം. ഇതൊക്കെ നല്ലപോലെ നേരെ പിടിച്ച് അളവുകളൊക്കെ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം നമ്മളിത് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് 2 അടിപ്പ് കൊടുക്കണം കേട്ടോ ടക്കിൽ. അല്ലെങ്കിൽ ടക്കൊക്കെ ഇങ്ങനെ ഊരിപ്പോവാനൊക്കെ ചാൻസ് വരുമല്ലോ. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ഉന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടക്ക് ചെയ്ത് കൊടുക്കണം. കെട്ടിട്ട് വേണം തയ്ച്ച് വെക്കാൻ വേണ്ടിയിട്ട്. 2 വട്ടം തയ്ച്ചെടുക്കണം കേട്ടോ. 2 അടിപ്പ് കൊടുക്കണം നമ്മൾ ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ മെയിൻ ടക്ക് ആദ്യം തയ്ക്കുക. 2 സൈഡിലും ഓരോ ടക്കുകൾ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ 2 വശവും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തെന്നി മാറിയിട്ടൊക്കെ ഇരിക്കും. നമ്മുടെ പ്രസ് പോയിന്റിൽ നിന്ന് ഇത് തെന്നി മാറിയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊരു ഭംഗിയല്ല. പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ തയ്ച്ചതിന് ശേഷം 2 സൈഡും ഇതേപോലെ വെച്ച് നോക്കുക. അളവ് കറക്റ്റ് അല്ലേ നോക്കുക. ഒരു ചെറിയ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ, 1 ഇഞ്ച് 2 ഇഞ്ച് എന്നല്ല ഉദ്ദേശിക്കണേ, 0.1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടേക്കാം. ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. മെയിൻ ടക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹുക്കിൻ്റെ സൈഡിലുള്ള ടക്ക്, അതായത് 1 ഇഞ്ചിൻ്റെ ടക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വെട്ടുന്ന സമയത്ത് 1.5 ഇഞ്ചിൻ്റെ, 1 ഇഞ്ചിൻ്റെ, 1/2 ഇഞ്ചിൻ്റെ, 1/4 ഇഞ്ചിൻ്റെ, ഇങ്ങനെയാണ് ടക്കുകൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 1 ഇഞ്ചിൻ്റെ ടക്കാണ് ചെയ്യാൻ പോകുന്നത്. ഹുക്കുള്ള ഭാഗത്ത് 2 ഹുക്ക് ഹാങ് ചെയ്യാനുള്ളതും ഹുക്കുള്ള ഭാഗത്തെയും 2 ടക്കുകൾ ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അതും നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം കേട്ടോ. അതും സെയിം ആണോ നോക്കി, 2 വശവും ഒരേപോലെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മളൊന്ന് കൂടി വന്ന വശം നമ്മളൊന്നും ചെയ്യണ്ട. കുറഞ്ഞു വന്ന വശം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരുപോലെ ആക്കിയെടുക്കാം.
നമ്മുടെ സ്റ്റിച്ചുകൾ. എന്നാലേ കാണാനും വൃത്തി ഉണ്ടാവുള്ളൂ, ചെയ്ത വർക്കും നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കൈക്കുഴിയിലെ ടക്കാണ് പിന്നെ പിടിക്കേണ്ടത്. ആദ്യം നമ്മൾ 1.5 ഇഞ്ചിന്റെ ടക്ക് പിടിച്ചു, പിന്നെ 1 ഇഞ്ചിന്റെ ടക്ക് പിടിച്ചു, പിന്നെ നമ്മൾ 1/2 ഇഞ്ചിന്റെ കൈക്കുഴിയുടെ ഭാഗത്തുള്ള ടക്ക് പിടിക്കാം. ഈ ടക്കുകളും നമ്മൾ ഒരു ടക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം ഒരേപോലെ വെച്ച് നോക്കിയിട്ട് അളവൊക്കെ കറക്റ്റ് അല്ലേ, നമ്മൾ ടക്ക് പിടിച്ചിരിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ അല്ലേ രണ്ടെണ്ണത്തിനെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ അടുത്ത് അടിക്കാൻ പാടുള്ളൂ. അതെ, കൈക്കുഴിയിലെ ടക്ക്, പിന്നെ ഞാൻ 4 ഇഞ്ചിന്റെ ടക്കും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കി നോക്കാം. എല്ലാ ടക്കുകളും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അത് അടിച്ചു കൊടുക്കണം. ഇനി അടുത്ത് നമുക്ക് വരുന്നത് പട്ടയ്ക്ക് നമ്മൾ 3 എടുക്കുന്നുണ്ട്. ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 അപ്പുറത്തും ഇപ്പുറത്തും ലൈനിങ് ഇടുക, നടുക്ക് നല്ല പീസ് ഇടുക. ഇത് ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് നല്ല പീസ് തന്നെയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. നോർമലി നല്ല പീസ് നടുക്കാണ് വെക്കാറ്. ഇവിടെ നമ്മൾ നല്ല പീസ് തന്നെ എല്ലായിടത്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ അറ്റത്തായിട്ട് 4 ഇഞ്ച് വിട്ട് നമ്മളിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് മറച്ചിട്ടിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു. മറച്ചിടുമ്പോൾ നടുക്കുള്ള വശം, അതായത് നല്ല വശമാണല്ലോ നമ്മൾ നടുക്ക് വെക്കുന്നത്, അത് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വരുന്ന രീതിയിൽ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ നമ്മുടെ ടക്ക് പിടിപ്പിച്ച നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ടോട്ടൽ 6 പട്ട വേണം. 3 പട്ട ഒരു സൈഡിൽ, 3 പട്ട ഒരു സൈഡിലായിട്ട്, അങ്ങനെ. അതിനുശേഷം ഇങ്ങനെ നിവർത്തി വെച്ച് നമ്മളതിനെ ഒന്ന് നടുക്ക് കൂടെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്ത് കൂടെ തന്നെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് പിന്നെ അനങ്ങില്ല, കറക്റ്റായിട്ട് നമുക്ക് നല്ല വശത്തേക്ക് അത് മടങ്ങി വന്നോളും കേട്ടോ. നടുക്ക് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അറ്റം വരെ നമ്മൾ ക്ലീൻ ആയിട്ട് തെന്നിപ്പോവുകയൊന്നും ചെയ്യരുത്. ക്ലീൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെ തെന്നുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോഴേ നമ്മൾ എപ്പോഴും കോട്ടണിൽ പഠിക്കുന്നതാണ് കേട്ടോ നല്ലത്. അത് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കൊരു സന്തോഷം ഉണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ. നന്നായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടില്ല, പിന്നെയും തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമൊക്കെ ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യം കോട്ടണിൽ ആദ്യം ചെയ്ത് പഠിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരാം നമുക്കിനി. നമ്മൾ തയ്ച്ച പട്ട നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇങ്ങനെ 4 ഇഞ്ച് വിട്ട് അതിങ്ങനെ തയ്ച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ 2 സ്റ്റിച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഭാഗം സൈഡിലായിട്ട് കിടക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ടക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മുടെ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അവസാനം കേട്ടോ. അപ്പോൾ നമ്മളതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടോ, ഈ ഒരു ഇത്തിരി ഭാഗം നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വഞ്ചി പോലെ വരച്ചിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അത് ആ 2 കുനിപ്പ് ഒരുപോലെ അല്ലേ നോക്കുക, 2 സൈഡിലും വന്നിരിക്കുന്നത്. ഇത് ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അറ്റത്ത് വന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ല, ഓൾറെഡി നമ്മുടെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകണതാണ്. ഒത്തിരി തയ്യൽ തുമ്പ് ഉള്ളിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ഇതിൽ പട്ട വെച്ച് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ 2 ഇഞ്ചിൻ്റെ പട്ടയും റൈറ്റ് സൈഡിൽ 3 ഇഞ്ചിൻ്റെ പട്ടയാണ് കൊടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പട്ട നല്ല വശത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ 2 ആക്കി മടക്കി, നല്ല വശം കാണിക്കുക, 2 ആക്കി മടക്കി 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മൾ അടിച്ചെടുക്കുക. കുറച്ച് മുകളിലേക്ക് തയ്യൽ തുമ്പും കൊടുക്കണം. കണ്ടോ, ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലേക്ക് കുറച്ച് തയ്യൽ തുമ്പും താഴത്തേക്ക് കുറച്ച് തയ്യൽ തുമ്പും കൊടുക്കുക. പിന്നെ നമ്മുടെ ഇവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അത് ഉള്ളിലേക്ക് ഇത് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ഇഞ്ചിൻ്റെ ഇങ്ങനെ നമ്മൾ ചെയ്തത് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, തയ്ച്ചെടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് മാത്രമേ ഞാൻ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ അതിനെ എടുക്കുകയാണ്. മറിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ട് മുകളിലും താഴെ നിൽക്കുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ, അതിനെ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അകത്തേക്കായിട്ട്. ഇങ്ങനെ കാണിച്ച് അകത്തേക്ക് അത് മടക്കി വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ തന്നെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുക. ഈ സമയത്തൊന്നും നമ്മൾ കഴുത്തൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് നമ്മൾ കൈ വരെ വെച്ചതിന് ശേഷമാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഒരു ക്രോസ് പീസ് ഒക്കെ എടുത്തിട്ടാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ നീറ്റായിട്ട് മടക്കിയതിന് ശേഷം
പിന്നെ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പാടുകളൊന്നും ഈ അറ്റത്തായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലീൻ ആയിട്ട് നമുക്ക് ഹുക്ക് വെക്കാനുള്ള ഭാഗം കിട്ടും. പിന്നെ അടുത്തത് ഇതാ കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഹുക്ക് വെക്കാനുള്ള ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടി. ബാക്ക് ഫ്രണ്ട് അതായത് മുകളിലും താഴെ ഞാൻ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്ന നൂല് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ 3 ഇഞ്ചിൻ്റെയാണ് എടുക്കേണ്ടത്. വീതിയാണ് ഞാൻ പറയുന്നത് 3 ഇഞ്ച്. നീളം നമ്മുടെ ബ്ലൗസിന് നമ്മൾ എത്രയാണോ കട്ട് ചെയ്തിരിക്കുന്നത് ആ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അത് പക്ഷേ ചീത്തവശത്ത് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. ചീത്തവശത്ത് വെച്ച് ഈ പീസും ചീത്തവശം കാണലെ 1/4 ഇഞ്ച് വിട്ട് തയ്ച്ചെടുക്കുക. മുകളിലും താഴെ കുറച്ച് തയ്യൽ തുമ്പ് അതേപോലെ ഇടാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം ഇതിങ്ങനെ നമ്മൾ നേരെയാക്കി വെക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 1/4 ഇഞ്ച് മാത്രമേ ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം അത് ഇങ്ങനെ രണ്ടാക്കിയല്ല ഒരൊറ്റ മടക്ക് മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കി പിന്നെ നടുക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇത് അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മൾ നടുക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇവിടെ തന്നെയാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഹുക്ക് ജോയിൻ ചെയ്യാനുള്ള ഹോള്. സാധാരണ ഹുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നടുക്ക് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ മടക്കി വശത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം, കുഴപ്പമുള്ളതല്ല. പക്ഷെ ഞാനിവിടെ ഒരു ഹോള് ഇതിൽ തന്നെ ഇടാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നടുക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് ക്ലിയർ ആക്കി സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ വൃത്തി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നടുക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഉള്ളിലാക്കിയതൊക്കെ പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. അത് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ കഴുത്ത് ക്രോസ് പീസൊക്കെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കാണുന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അറ്റത്തുള്ളത് ഓൾറെഡി ഹോൾ വെക്കണം, പിന്നെ നടുക്കൊരു ഹോള്. അപ്പം അതിന് നമ്മൾ മാർക്ക് ചെയ്യാം. പിന്നീട് നടുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ നടുക്കുന്ന ഈ അറ്റത്തേക്ക് പിന്നെയും മടക്കി പിന്നെയും, അത് ടോട്ടൽ നമ്മൾ 5 ഹുക്കാണ് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 5 ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. ദാ ഇതുപോലെ മടക്കി വെച്ച് 5 ഹോള് നമുക്ക് കിട്ടി. 2 അറ്റത്തും 2 ഹോള് വേണം. പിന്നെ അതുപോലെ തൊട്ട് ഫ്രണ്ടിലും താഴെയായിട്ട് 2 ഹോള്, പിന്നെ നടുക്കൊരു ഹോള്. കണ്ട, ഇപ്പൊ ടോട്ടൽ 5 ഹോളായിട്ടുണ്ട്. അങ്ങനെ 5 ഹോൾ കിട്ടി. 5 ഹുക്കാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഹുക്ക് വെക്കാനും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. 2 അറ്റത്തും 2 ഹുക്ക്, പിന്നെ പകുതിയായിട്ട് നടുക്ക് മടക്കുക. അപ്പൊ നടുക്ക് ഒരെണ്ണം കിട്ടി. പിന്നെ നടുക്കോട് ചേർത്ത് മടക്കിയിട്ടുണ്ടെങ്കിൽ നടുക്ക് 2 വശത്തും വേറെ ഹുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ അത് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൈ വെക്കുന്നത്. കൈ വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴുത്തിന് പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. കണ്ട, ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനം നമ്മൾ കൈ വെച്ച് കൊടുക്കുകയാണ്. കൈയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പഫിൻ്റെ കൈ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം, നോർമൽ കൈ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ കൈ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയൊരു പഫ് ഉള്ളതാണ്, ലോങ് സ്ലീവാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ സ്ലീവ് വെക്കാനുള്ളതിൻ്റെയൊക്കെ ഓൾറെഡി നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എങ്ങനെയാണ് സ്ലീവ് വെച്ച് പിടിപ്പിക്കേണ്ടതെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നടുക്കുന്ന് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 2 അറ്റത്തും അടിച്ചു കിട്ടും, തയ്യൽ തുമ്പൊന്നും വരാണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ 2 കൈയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ലീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു പഫും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നീറ്റായി കൈയൊക്കെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഷേപ്പ് ചെയ്യാനാണ് പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുത്തിന്റെ അവിടെ പണിയാൻ പോകുന്നത് കേട്ടോ. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കൈ അടിക്കുമ്പോൾ കൊടുക്കേണ്ടത്. ഇനി ഷേപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന ഭാഗം കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് 4ആക്കി മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ബാക്ക് പോർഷൻ. ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ എടുത്ത് ഇത് ഫ്രണ്ട്, നമ്മളുടെ ഹുക്ക് ജോയിൻ ചെയ്യാനുള്ള ഭാഗം, ഹോൾ ഇടുന്ന ഭാഗം. ആ പടി നമ്മൾ തള്ളി വേണം ഇത് വെച്ച് കൊടുക്കാം. ആ പടി കഴിഞ്ഞ് വേണം നമ്മളുടെ ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ മടക്കിയത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ആ പടി ഇങ്ങനെ തള്ളി നിൽക്കണം. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ട് പോർഷൻ പടിയോട് ചേർത്തല്ല വെക്കേണ്ടത്, ബാക്കിന്റെ ഇരിക്കുന്ന എവിടെ ആ പടി വിട്ട് വേണം നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഷേപ്പ് നമ്മൾ അളന്നിരിക്കുന്നത് എത്രയാണോ അതിനോട് കൂടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ഇപ്പോൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് ഇപ്പോൾ എൻ്റെ 28 എൻ്റെ വേസ്റ്റിൻ്റെ ഇതെന്നുണ്ടെങ്കിൽ അതിനെ 4 ഭാഗിച്ചതിന് ശേഷം /4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുമെന്ന് +1/2 ഇഞ്ച്. അങ്ങനെയാണ്. മറ്റേത് തയ്യൽ തുമ്പ് നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1/2 ഇഞ്ച്. ഇപ്പം നമ്മൾ നേരത്തെ ബാക്കിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നിടത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ബാഗ് ഹെമ്മിങ് ചെയ്യാന്ന് പറഞ്ഞത്. അതാണ് ഞാൻ കാണിച്ചത്. ഇതാ നമ്മളിനി കഴുത്തിൻ്റെ അവിടെ വെക്കാനുള്ള ക്രോസ് പീസ് വെട്ടിയെടുത്താണ്. ഞാനിത് 1 ഇഞ്ച് വീതിയിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഫുള്ള് കഴുത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള നീട്ടത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ക്രോസ് ആയിട്ട് വെട്ടിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ക്രോസ് വെട്ടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതിനുശേഷം ഇനി ക്രോസ് എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽ നമ്മളിങ്ങനെ കയറ്റി വെക്കുക. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നൈസായിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേക്കാളും മുന്നേ ഇത് കുറച്ച് തള്ളി വെച്ചിട്ട് കണ്ടോ, നമ്മുടെ ക്രോസിംഗ് പീസ് നമ്മൾ കുറച്ച് തള്ളി വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് മാത്രമേ നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നുള്ളൂ. ഇത് നമുക്ക് മടക്കാനുള്ളതാണ് കേട്ടോ. ഈ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒന്നും അമ്മമാരുടെ ഒക്കെ ബ്ലൗസിന് നമ്മൾ കണ്ടിട്ടില്ല സ്റ്റിച്ച് ചെയ്ത പാടുകളൊന്നും. അത് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അറ്റം വരെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത പോർഷൻ എന്താ ഇനി നമ്മളിതാ ഇങ്ങനെ മറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മറിച്ചെടുത്ത് എവിടെയാണോ സ്റ്റിച്ച് ചെയ്തത് ആ ഭാഗത്ത് തന്നെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഏതാണ് ഇങ്ങനെ ഇതാണ് തയ്യൽ തുമ്പ്. നമ്മളിതാ മടക്കി വെച്ച് എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്തത് ആ കുഴിയിലൂടെ ഒന്നുകൂടെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫുള്ള് അറ്റം വരെ, അതായത് ഈ അറ്റത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് വരെ കഴുത്തിൻ്റെ എത്തണം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോയിട്ടുണ്ട്. നമ്മൾ കഴുത്തിലേക്ക് കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് കാണിക്കും. അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന എവിടെയാണോ അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ മറിക്കാൻ പോവാണ്. ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മറിച്ചിട്ട് പിന്നെ ഫുള്ള് ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒറ്റയിടയിൽ നൂലിട്ട് ക്ലിയർ ആയിട്ട് പുറത്തേക്ക് നൂല് കാണാത്ത രീതിയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. എവിടേക്കാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ടത്? കഴുത്തിൻ്റെ അവിടെ, കൈയിൻ്റെ അറ്റത്ത്, അതുപോലെ ബാക്കിൽ നമ്മളൊരു പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ഹെമ്മിങ് ചെയ്യണം. പിന്നെ കൈയിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഫുൾ കൈ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പരിപാടിയും കഴിഞ്ഞു. ഹെമ്മിങ് ഒക്കെ ക്ലീൻ ആയിട്ട് നമ്മൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കഴുത്തായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനത്തെ നെക്ക് കൊടുക്കണം അതേപോലെയൊക്കെ ഉള്ളത് കേട്ടോ. ഹെമ്മിങ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്തതാണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ ഇരിക്കും നല്ല ഭംഗിയിൽ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം, ക്ലീൻ ആയിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹുക്ക് വെക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഹുക്കും വെക്കണം. പിന്നെ നമ്മളൊരു പോർഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഹോള് വെക്കാനുള്ള പോർഷൻ. ഹോളും കൂടി അതിൽ വെച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞു. നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം ബ്ലൗസിൻ്റെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സിമ്പിളാണ്. ഈ ടക്ക് ഇടുന്നത് മാത്രമേ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരയ്ക്കുന്ന സമയത്തുള്ളൂ. ബാക്കിയെല്ലാം ഈസി ആയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഭാഗങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ബാക്കിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് അറിയുന്നില്ല, അല്ലെങ്കിലും ഹെമ്മിങ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് അറിയില്ല കേട്ടോ. അതേപോലെ നമ്മൾ ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 ഹുക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ.